ഹായ് കൂട്ടുകാരെ, രാവിലത്തെ പരിപാടിയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. രാവിലെ പുട്ട് പുഴുങ്ങുവാണ്. നമ്മുടെ കുട്ടീസിനെ ഇന്ന് പറ്റിക്കാമെന്ന് വെച്ചു. ഇന്ന് പുട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ രാവിലെ പൊടി നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കട്ടിലിരുന്നാണ് പൊടിയൊക്കെ നനയ്ക്കുന്നത്. അപ്പോൾ രാവിലത്തെ പരിപാടി പുട്ടും പഴവുമാണ്. അപ്പോൾ ഞാനത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമാർ മിക്കപ്പോഴും മക്കളെ പറ്റിക്കുന്നത് പുട്ടും പഴവും തന്നാണല്ലേ. അതാകുമ്പോൾ സിമ്പിളാണല്ലോ. ഇന്നലെ നമ്മുടെ ഏത്തവാഴ മറിഞ്ഞ് വിടുന്നായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആ കൊല എടുത്തിട്ട് അടുക്കളയിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. കഞ്ഞിയൊക്കെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ മങ്കടയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം മങ്കട ഉച്ചക്കത്തേക്ക് കറിക്ക് വേണ്ടി വെട്ടിയെടുക്കുവാണ് കേട്ടോ. ഇത് ഭയങ്കര പാടാണ് ഗൈസ്. പിച്ചാത്തിക്ക് മൂർച്ച പൂർത്തി എടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇച്ചിരി പാടാണ് കേട്ടോ. നമ്മുടെ മീൻകറിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറിയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളെല്ലാം കഴിയും. പിന്നെ നമ്മൾ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും റെഡിയാക്കിയാൽ മതി. ചായയൊക്കെ തിളപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ വരുന്ന സമയമൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. യുടെ സമയമായപ്പോഴത്തേക്കും അമ്മ കപ്പയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിനകത്തോട്ട്. ഇനി എന്ത് ചെയ്യാൻ പോയത്? അരപ്പ് താളിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ അതെ കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വൈകുന്നേരം കപ്പയും കടിച്ചായയുമാണ് കഴിക്കുന്നത്. നമ്മുടെ കപ്പ പറിക്കുന്ന വീഡിയോയൊക്കെ കാണിച്ചല്ലോ, എല്ലാം നശിച്ചു പോയി കേട്ടോ. അപ്പോൾ നമ്മൾ പറിച്ചപ്പോൾ കുറച്ച് കപ്പ കൂടെ വേവിക്കാനായിട്ടുണ്ടായിരുന്നു. അതും കൂടെ വേവിച്ചെടുക്കുവാണ്. നമ്മുടെ അടുക്കളയൊക്കെ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും കാണത്തില്ല കേട്ടോ. കാരണം പഴയ വീടാണ്. അപ്പോൾ മൊത്തം പുകയാറ എല്ലാമാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്. നമ്മുടെ അടുക്കളയൊക്കെ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും അല്ല. ഇവിടെ ജോലിയൊക്കെ പകുത്താണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാനാണ് ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് അമ്മയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ ജോലികളും ഷെയർ ചെയ്താണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും മടി തോന്നത്തില്ലെന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ ചില ദിവസങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യാതേക്ക് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ജോലി മൊത്തം ഒരാൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനായിരുന്നു രാവിലത്തെയും ഉച്ചക്കത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തോളൂ കേട്ടോ. കപ്പയ്ക്ക് വേണ്ടി കടുക് വറുത്തിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. തേങ്ങയും ഉള്ളിയും പിന്നെന്തുവാ പച്ചമുളകും വെളുത്തുള്ളി പെരുംജീരകം എല്ലാം കൂടെ അടിച്ച് ഇതാക്കിയിട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടെ ഇതിനകത്തോട്ടിട്ട് ഇളക്കും കേട്ടോ. അപ്പം നമ്മൾ വൈകിട്ടത്തേക്ക് നമ്മുടെ പരിപാടി ഇന്ന് ഈ കപ്പ കഴിക്കലാണ്. കപ്പ വേവിച്ചതും കടിഞ്ചായം കേട്ടോ. എനിക്ക് ഇച്ചിരി ഇതിനകത്ത് അറിവ് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മ പറയുന്നത്. അമ്മ അപ്പം കപ്പ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഗൈസ് അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മിക്കപ്പോഴും ഇങ്ങനെ അമ്മ എന്തെങ്കിലുമൊക്കെ വെറുതെയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പം കഴിച്ചിട്ട് ഞാനാണ് അഭിപ്രായം പറയുന്നത്. കാര്യം ഞാനാണ് കൂടുതൽ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾ കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.